മാന്യമായിട്ടാണ് വീഡിയോ എടുക്കാൻ തോന്നിയ സമയത്ത് മാത്രം ഇങ്ങനെ കാമായത് എന്റെ മുഖത്തിലെ കയ്യിൽ മുഖത്തിപ്പോ വരുന്നില്ലേ വരുന്നില്ലേ ആയിക്കോളോ ലൈവായത് ഇങ്ങനത്തെ പ്രൊസീജിയർ ചെയ്യേണ്ടത് സാറ് രണ്ടര ആൾക്കാർ കണ്ടോണ്ടിരിക്കുകയാണ്. എന്താ സാറാ ലൈവാ വീശല്ലേ ഞാൻ വീഡിയോ ഓൺ ആക്കി. ഈ വീഡിയോ ഓൺ വീഡിയോ ഓൺ ആക്കുന്നത് ഇവൻ അടിക്കാൻ പോയി. നമ്മൾ പറഞ്ഞു സാർ ഇവൻ അടിക്കരുത്, 17 വയസ്സുള്ള മൈനറാന്ന് പറഞ്ഞു. മൈനർ പറഞ്ഞപ്പോഴും ഇതെന്താക്കി ഇവൻ അടിക്കാൻ പോയി, മുട്ടാലിച്ച് ഇങ്ങനെ ആക്കുന്നു. സാറ് എടുക്കരുത്. അപ്പൊ നമ്മൾ വീഡിയോ എടുത്തു. അപ്പൊ ഇദ്ദേഹം കൂടുതൽ റൂഡായി. എന്നിട്ട് ഏത് പോലീസുകാരനെ വിളിച്ച് എന്നിട്ട് നമ്മൾ പിന്നെ പറഞ്ഞു എടാ നീ എന്താ അടിച്ചിട്ടുണ്ടോ, എന്താ പൊടി അടിച്ചിട്ടുണ്ടോ, കള്ളു അടിച്ചിട്ടുണ്ടോ, എന്താ സാധനം എടുക്കണം, എന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം പറഞ്ഞിട്ട് നമ്മളൊന്നും ചെയ്തിട്ടുമല്ലോ. വേറെന്തോ ഞാൻ പറഞ്ഞ പോവാ ഇപ്പൊ ഇറങ്ങാറുണ്ട് മെഡിക്കൽ എടുക്കണം, നമ്മളെന്തോ വേറെ ഇതിൽ ട്രീറ്റ് ചെയ്യുന്നവരെ. നമ്മൾ സത്യം പറഞ്ഞാൽ അടുത്ത സ്റ്റോപ്പ് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഇറങ്ങിയിട്ട് അടുത്ത് കയറാൻ രീതി തന്നെ ഉണ്ടായി. ഒന്നെങ്കിൽ പറയാം മോനെ അടുത്ത സ്റ്റോപ്പറെങ്കിൽ ഇറങ്ങിക്കോ, അടുത്ത സ്റ്റോപ്പ് എത്തി. ആ സമയത്തും പറഞ്ഞു. അപ്പൊ നമ്മൾ ഇറക്കി വിട്ടില്ല. നമ്മൾ കുറെ സംസാരിച്ചു. സാറേ നമ്മൾ ഇറങ്ങട്ടെ എന്ന് ചോദിച്ചു. ഇപ്പൊ ഇറങ്ങാനായില്ല, ഷൊർണൂർ സ്റ്റേഷനിലെത്തി അത് മെമ്മോ ചെയ്തെന്നെല്ലാം പറഞ്ഞു. നമ്മൾ വീഡിയോ സമയത്ത് ആദ്യം പറഞ്ഞു ഒരിക്കലും വീഡിയോ എടുക്കുന്നത്. പക്ഷെ നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി വീഡിയോ എടുത്തത്. നമ്മൾ ഒരു ഭാഗത്തും നമ്മൾ ആദ്യം അപമര്യാദയായിട്ട് പെരുമാറിയില്ല. നമുക്ക് അതിന്റെ ഫുട്ടേജൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും സാറേ റെയിൽവേന്റെ റൂള് പ്രകാരം റെയിൽവേ അകത്ത് കയറിയിട്ട് റെയിൽവേയുടെ പെർമിഷൻ ഇല്ലാതെ നിങ്ങൾ വീഡിയോ എടുക്കാൻ പാടില്ല. നമ്മൾ വക്കീലിനോട് ചോദിച്ചപ്പോൾ വക്കീൽ പറഞ്ഞു അത് കുഴപ്പമില്ലാന്ന് പറഞ്ഞു. നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി എടുക്കാന്ന് പറഞ്ഞു. സാർ അപ്പൊ എന്നെ കൊല്ലാൻ വന്നു. ഞാൻ പറയുന്നത് സാർ പറയട്ടെ സാർ നിങ്ങൾ ഇവിടെ വന്നിട്ട് ചിലവർ ട്രെയിൻ മൂവ് ആവുന്ന സ്ഥലത്ത് ഇങ്ങനെ അതൊന്നും പാടുന്നു പറ്റില്ല. പിന്നെ നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കെതിരെ അനഗതമായിട്ടുണ്ടാവുകയാണെങ്കിൽ അത് വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഉണ്ട്, നിങ്ങൾ ചെയ്യാം. അല്ല ഇദ്ദേഹത്തിന് ഇത് ആധാർ കാർഡ് കിട്ടിയ ഇല്ല കിട്ടില്ല. ആധാർ കാർഡ് ഏടാ കഴിക്കും. നേരായിട്ട് TTR ഇവന്റെ ആധാർ കാർഡ് മേടിച്ചു. അത് തന്നിട്ടില്ല. ആധാർ കാർഡ് ഏടാ കഴിച്ചേ അല്ല അത് ഇല്ലേ അത് വിളിക്കാറില്ല ഡ്രൈവ് എടുത്തിട്ട്. ഇതുവരെ വീഡിയോ എടുത്ത് എല്ലാം ശരി. ഓഫീസിൽ ഒരു പക്ഷെ നമ്മൾ ലൈവ് എൻഡ് ചെയ്യാണ് ഇവിടുന്ന്, അതായത് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചെന്നുള്ള പറയാം. കാരണം നമുക്ക് ഇനി അറിയില്ല. കാരണം ഇത്രത്തോളം പ്രശ്നങ്ങൾ വഷളായതുകൊണ്ട് ഫോട്ടോ വീഡിയോസ് ഒന്നും പറ്റില്ല. ഇവിടെ എടുക്കാലോ, ഇവിടെ എടുക്കാലോ. ഉള്ളിലത്തെ ഫോട്ടോ ഒന്നും എടുക്കാം. അത് എടുക്കൂല. നമ്മളെ സേഫ്റ്റി ഉണ്ടെങ്കിലും നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല. നമുക്കപ്പോ മൊബൈല് ക്ലോസ് ചെയ്താൽ വക്കീൽ വിളിച്ചിട്ട് വക്കീൽ പുറത്തില്ല. വക്കീൽ വിളിക്കാം. വക്കീൽ കോളേജ് ലൈവ് ഓൺ ആക്കി പുറത്തു. ഞാൻ പുറത്തേക്കാ. ഞാൻ പോയിട്ട് ഇനി ഉള്ളിൽ പുറത്തെടുക്കാൻ പറ്റോ? പുറത്തുള്ള എടുക്കാൻ പറ്റോ? അവിടെ പുറത്തുള്ള എടുക്കാൻ പറ്റോ? ഇപ്പൊ പോകേണ്ട വെച്ചാൽ വക്കീലാണ് സംസാരിച്ചത്. അനുസരിച്ചിട്ട് ശ്രീജിത്ത് TTR നമ്മളെ പേരിൽ കേസ് കൊടുക്കുന്നത്. അല്ല അദ്ദേഹത്തിന് നമ്മളെ കൊടുക്കേണ്ടത്. മൂപ്പർ എവിടെ പിടിച്ചടിക്കാൻ നോക്കി പോയില്ലേ? മൂപ്പർ എവിടെ? മൂപ്പർ ഓടി. ലൈവ് ഉണ്ടാക്കിയാലും പിടിച്ചടിക്കാൻ ഉറപ്പെടുക്കും. അധികാരം എന്തല്ലോ ഇവർക്ക് അടിക്കാനാ? എന്തിനാ കൊടുക്കുന്നത്? സാറേ അദ്ദേഹത്തിന് ഫോൺ കൊടുക്കാൻ പറ്റുമോ? ഓഫീസിൽ ക്യാമറ കാണിക്കും. ഉള്ളിൽ കൊണ്ട് പോയിട്ടില്ല, പുറത്തെടുക്കാൻ പറ്റില്ല. വേണ്ട എന്തിനാണ് അകത്തേക്ക് എടുക്കുന്നില്ല? അകത്ത് എടുക്കുന്ന മുമ്പിലെ ഞാനുണ്ട്. പൊന്നു മേഡമേ. പിന്നെ വക്കീൽ ഒരു മിനിറ്റ്. പിന്നെ അത് മൂപ്പര് പറഞ്ഞ എന്തോ ഇത് അത് ഏതിക്കായിട്ട് സംസാരിക്കാന്ന് പറഞ്ഞു. ഇവിടുന്ന് ഫോട്ടോ ഉള്ളിലേക്ക് എടുക്കേണ്ട. നമുക്ക് എന്ത് പറ്റിക്കഴിഞ്ഞാൽ ഫോണൊക്കെ പറ്റോ? ഫോണൊക്കെ പറ്റോ? അല്ലല്ല ഉള്ളിലേക്ക് നമുക്ക് എന്ത് സംഭവിച്ചാൽ CCTV ഫുട്ടേജ് ടൈമും വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് എന്റെ കൂട്ടുകാർ അങ്ങനെ ഇഷ്ടം. എന്റെ സേഫ്റ്റി പിന്നെ ഇവിടെ ഇപ്പൊ ട്രെയിനിന്റെ ഉള്ളിൽ എന്താ സാറ് കണ്ടിട്ടില്ലല്ലോ. സാറ് മര്യാദക്ക് സംസാരിക്കാം. ഇവിടെ നമ്മളെ സേഫ്റ്റിക്ക് സാറേ നമ്മളെ സേഫ്റ്റിക്ക് എടുക്കുന്നതാ. സാറ് ഇപ്പൊ മര്യാദക്ക് സംസാരിച്ചത്. സാറ് സംസാരിച്ച പോലെയല്ല ബാക്കിയുള്ള സംസാരിച്ചത്. സാറ് മര്യാദക്ക് സംസാരിച്ചത്.